ലൊക്കേഷൻ മനസ്സിലായോ? ബാക്കിൽ കാണുന്ന മർക്കസ് നോളജ് സിറ്റി. നമ്മൾ താമരശ്ശേരി ചുരത്തിൽ വരുമ്പം വലിയൊരു പള്ളി കാണല്ല, മലയുടെ മുകളിൽ നോക്കുമ്പോൾ അവിടെയുള്ളത് ഒരു അഡ്വഞ്ചർ സ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് എത്തിയത്. ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ചില സ്പോർട്സൊക്കെ നടക്കുന്നുണ്ട്. ഹെലികോപ്റ്റർ റൈഡ് ഉണ്ട്, ഹോട്ട് എയർ ബലൂൺസ് ഉണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയത്. അപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ പരിപാടി സ്റ്റാർട്ടാവും. വി ആർ സോ എക്സൈറ്റഡ് ടു ബി പാർട്ട് ഓഫ് ദിസ് പ്രോഗ്രാം. നല്ല അടിപൊളി ഈവനിങ് ആണ്. സംഭവമൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുന്നത്രേ. ഇവരൊക്കെ ഇതിൻ്റെ ടീം അംഗങ്ങളാണ്. നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരും നമ്മളെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ മെയിൻ പുള്ളി. ഹായ് ബ്രദേഴ്സ്. NF കേരള ചാപ്റ്റർ 2 അവരാണ് ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത് ഇവിടെ. അതിൻ്റെ ഡയറക്ടറും ടീം അംഗങ്ങളൊക്കെ ഇവിടെയുണ്ട് ഞങ്ങളുടെ കൂടെ. നമ്മുടെ ഹോട്ട് എയർ ബലൂണിൻ്റെ ബക്കറ്റ് ആണ് ഈ കാണുന്നത്. സംഭവം റോൾ ഓൺ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ബക്കറ്റും നമ്മുടെ ബക്കറ്റ് ലിസ്റ്റുള്ളൊരു സാധനമാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഷിംലയിലൊക്കെ പോയപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചാണ് പാരാഗ്ലൈഡിംഗ് ഒക്കെ ചെയ്യണമെന്നുള്ളത്. ഈ ഹോട്ട് എയർ ബലൂൺസ് കൂടുതലായിട്ടുള്ളത് തുർക്കിയിലാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഒരു ഭാഗമാകുന്നതിന് തന്നെ വലിയ സന്തോഷമാണ്. വി ആർ സോ എക്സൈറ്റഡ്. ഇതിൻ്റെ പിറകിലുള്ള കാര്യങ്ങളൊക്കെ ഇത്തരം സംഭവങ്ങളാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ ആ നൈലോൺ ടൈപ്പ് ആയതുകൊണ്ട് മണ്ണൊന്നും പറ്റാതിരിക്കാൻ ക്ലോത്തൊക്കെ വിരിച്ചിട്ട് ഉള്ള പരിപാടിയാണ്. നല്ല വെയിറ്റ് ഉണ്ട്. ബാക്കി സാധനം അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിനകത്താണ് നമ്മുടെ ബലൂണ് ഒളിച്ചിരിക്കണത്. ഫുള്ള് ഇതിനു വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കണതാ. ഹാഫ് ഓഫ് ദിസ് ഗ്രൗണ്ട് ഉണ്ടാവും സാധനം. ആൻഡ് ലൊക്കേഷൻ നോക്ക് പിറകിൽ നിങ്ങൾ. താമരശ്ശേരി ചുരം ഫുള്ള് കോട കയറി മൂടി തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് മഴയും പൊടിയുണ്ട്. മഴ പെയ്യരുതെന്ന് വിചാരിക്കണേ ഇപ്പം. റിയാലിറ്റി ഉണ്ടാവുന്നു, എക്സ്പീരിയൻസ്ഡ് ആയതല്ലേ. കഥച്ചോണ്ട് വരണം. ये अपना वाला बैलून लगा के एक बार ट्राई कर ले. अरे वो तिरपाल ले लेना. ഇത്രയും വലിയ സാധനമാണ് ഇവർ ആ ബാഗിൽ ചുരുട്ടി കയറ്റിയത്. നല്ല അധ്വാനമുള്ള പരിപാടിയാണിത്. നമ്മുടെ ബലൂൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഗ്യാസ് അടിച്ച് കയറ്റണം. കുറേ പണിയുണ്ട് കേട്ടോ. ഇപ്പോഴത് മനസ്സിലാവുന്നത്. ഓ വീർത്തോണ്ടിരിക്കുക നമ്മുടെ ബലൂണ്. വി ആർ വെയിറ്റിംഗ്. ഇവിടെ ബാക്കിൽ ഒരു സാധനം കൂടി കവർ ചെയ്യാനുണ്ട്. പരിപാടി നടക്കണേ.
സെറ്റായി, ബലൂൺ സെറ്റായി. അതിന്റെ അവസാന മിനുക്ക് പണിയിലാണ്. എന്നിട്ടാണ് ബലൂൺ സെറ്റ് ചെയ്യുക. ഫ്രെയിമൊക്കെ കറക്റ്റ് ചെയ്ത് എയറൊക്കെ ഫില്ല് ചെയ്ത് 4 ഭാഗത്തും റോപ്പൊക്കെ ടൈറ്റ് ചെയ്ത് വെച്ച് കേറാൻ സമയമായി മക്കളെ. ये इसके लिए मुझे बोलना पड़ेगा यहाँ आके बिल्कुल. അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറുന്നതായിരിക്കും. ഈ പോയി ആ ബൈക്ക് ഒന്ന് പുറത്തുണ്ടോ? അങ്ങനെ ബക്കറ്റ് ലിസ്റ്റിനകത്തുള്ള ബക്കറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഡ്രീം കം ട്രൂ. ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചോ. എയർ ചെറിയൊരു എയർ ഉണ്ട്. മുകളിലാണ് ലക്കിടി. ലക്കിടി ചുരമാണ് കാണുന്നത്. വയനാട് ചുരം നമ്മുടെ താമരശ്ശേരി വരെ നമ്മുടെ ബാക്കിലല്ലേ? അതെ. രാത്രി എങ്ങനെയാണ് രസം? രാത്രി നല്ല രസം കാണാം. അവിടെ കംപ്ലീറ്റ് വണ്ടികൾ ഇവിടെ കാണാൻ ചെയ്യാം. അവിടുന്ന് കാണാം. Landed guys. നിഷാദ് ഭായ് അടിപൊളി ഗൈസ്. സൂപ്പർ. കിട്ടില്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഹോട്ട് എയർ ബലൂൺ. അവസരം നമുക്ക് തന്നതിൽ താങ്ക്ഫുൾ ടു ഓൾ. അതല്ല ചെറിയൊരു പേടി. തലപുള്ളി ഞാൻ കുനിഞ്ഞിരുന്നില്ലേ എന്നോടാ കളി.